ഹലോ എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ ദി ആറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠഭാഗമാണ്. ഇത് എഴുതിയിട്ടുള്ളത് വ്ളാഡിസ്ലോ സ്പിൽമാൻ ആണ്. അദ്ദേഹം പോളണ്ടുകാരനായിട്ടുള്ള ഒരു ജൂതനാണ്, പിയാനിസ്റ്റും കമ്പോസറുമാണ്. അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതൊരു സ്റ്റോറി അല്ല, മറിച്ച് ഇതൊരു മെമ്മോയറാണ്. മെമ്മോയർ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. ഈ വാറിൻ്റെ ടൈമിൽ, യുദ്ധത്തിൻ്റെ സമയത്തുള്ള പല ഇൻസിഡൻസും അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ജർമ്മനി ലീഡ് ചെയ്യുന്നത് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ ജൂതന്മാരെ വളരെയധികം വെറുക്കുന്നുണ്ട്. ജൂതന്മാരെ എവിടെ കണ്ടാലും അവരെ ആ സമയം തന്നെ ഇല്ലാതാക്കണം എന്നുള്ളതാണ് ഹിറ്റ്ലറിൻ്റെ ഓർഡർ. ചുരുക്കി പറഞ്ഞാൽ ജർമ്മനുകാർ ജൂതന്മാരെ എവിടെ കണ്ടാലും ആ സമയം തന്നെ ഇല്ലാതെയാക്കും. സ്പിൽമാൻ ഒരു ജൂതനായതുകൊണ്ട് തന്നെ അദ്ദേഹം ജർമ്മനുകാർ കാണാതെ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ മെമ്മോയറിലൂടെ നമുക്ക് കാണാൻ പറ്റും. സ്പിൽമാൻ ഒളിച്ചിരിക്കുന്നത് ഒരു തട്ടിൻപുറത്താണ്, ആറ്റിക്. നമ്മളെ ചാപ്റ്ററിൻ്റെ പേര് ഇൻ ദ ആറ്റിക് എന്നാണ് അല്ലേ. ആറ്റിക് എന്ന് പറഞ്ഞാൽ തട്ടിൻപുറത്താണ് സ്പിൽമാൻ ഒളിച്ചിരിക്കുന്നത്. അദ്ദേഹം ജർമ്മനുകാർ കാണാത്ത ഒരു സ്ഥലം നോക്കി ഒളിച്ചിരിക്കുകയാണ്. അവർ കണ്ടിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ ഷൂട്ട് ചെയ്യും. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് അവിടേക്ക് ഒരു ജർമ്മൻ ഓഫീസർ വരുവാണ്. ആ ജർമ്മൻ ഓഫീസർ ഇദ്ദേഹത്തെ കണ്ടെത്തുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇപ്പോൾ കൊല്ലും എന്നല്ലേ. പക്ഷെ എന്താണ്, ഇദ്ദേഹം ഉപദ്രവിക്കുന്നില്ല. ആ ഓഫീസർ ഒരു കരുണയുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കൊല്ലുന്നില്ല, മറിച്ച് അവിടെയുള്ള പിയാനോ വായിക്കാനാണ് പറയുന്നത്. ഇയാൾ പിയാനോ വായിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായിട്ട് ഇയാളോട് പിയാനോ വായിക്കാനാണ് പറയുന്നത്. പിയാനോ വായിക്കാൻ പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്, കാരണം 2.5 വർഷത്തോളമായി ഇയാൾ പിയാനോ പ്രാക്ടീസ് ചെയ്തിട്ട്. പക്ഷെ ആ ഓഫീസർ പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം പറ്റുന്ന പോലെ പിയാനോ വായിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഓഫീസർക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തോട് സേഫായി ഇരിക്കാനും ഫുഡെല്ലാം കൊണ്ടുതരാം എന്നെല്ലാം പറയുന്നുണ്ട്. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഈ ജർമ്മൻ ഓഫീസർ വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെഡും ജാമും എല്ലാം കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ ഓഫീസർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നീ കുറച്ചുകൂടെ ഒന്ന് പിടിച്ചു നിൽക്ക്, വാർ എന്ത് ചെയ്യാനായിട്ടുണ്ട്, അവസാനിക്കാനായിട്ടുണ്ട്, യുദ്ധം അവസാനിക്കാനായിട്ടുണ്ട് എന്നുള്ളൊരു ഹോപ്പും കൂടെ ഈ സ്പിൽമാന് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ഡിസംബർ 12-ന് ഈ ജർമ്മൻ ഓഫീസർ വരുവാണ്. വന്നിട്ട് ഒരുപാട് ഫുഡ് കൊടുക്കുന്നുണ്ട്, ഒരുപാട് ബ്രെഡ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അവരിവിടുന്ന് ഈ സ്ഥലം വിട്ട് പോവുകയാണ്, ഉടനെ തന്നെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും എന്നുള്ളൊരു ഹോപ്പും കൊടുക്കുന്നുണ്ട്. പോകുന്ന സമയത്ത് ഈ ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടും ഇയാൾക്ക് കൊടുക്കുന്നുണ്ട്. കോട്ടും പുതപ്പും ഒക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ആ ഒരു സമയത്ത് ജർമ്മൻ ഓഫീസർ എടുത്ത് ഇയാളുടെ പേര് സ്പിൽമാൻ ആണെന്നും ഇദ്ദേഹം പോളിഷ് റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എപ്പോഴെങ്കിലും സാധ്യമാവുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും എന്നെല്ലാം പറയാണ്. അതായത് ഈ ഒരു ജർമ്മൻ ഓഫീസർ ഈ ഒരു സ്പിൽമാനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അല്ലേ. ആക്ച്വലി പറയുവാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ഒരാളാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് സഹായം എങ്ങാനും ചെയ്യാൻ പറ്റുവാണെങ്കിൽ സഹായിക്കാം എന്നൊരു ഓഫറും കൊടുത്തിട്ടാണ് അവർ പിരിയുന്നത്. അങ്ങനെ ഒരു 6 വർഷത്തോളം ഈ സ്പിൽമാൻ ഈ ആറ്റിക്കിൽ ജീവിക്കുന്നുണ്ട്. അതായത് പ്രോപ്പർ ഫുഡും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു സമയം കഴിച്ചു കൂട്ടുന്നത്. അങ്ങനെ 6 വർഷത്തിന് ശേഷം ഈ ഒരു യുദ്ധം അവസാനിക്കുമ്പോൾ അദ്ദേഹം സന്തോഷത്തോടു കൂടി താഴേക്ക് വരുവാണ് അല്ലേ. തട്ടിൻപുറത്ത് നിന്ന് താഴേക്ക് വരുവാണ്. താഴേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹം ജർമ്മൻ ഓഫീസർ തന്നിട്ടുള്ള ആ ഒരു ജർമ്മൻ കോട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഇവരെന്ത് ചെയ്യാണ്, തെറ്റിദ്ധരിക്കപ്പെടുവാണ്. സ്പിൽമാൻ ഒരു ജർമ്മൻ ആണെന്ന് കരുതി അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അദ്ദേഹം ഒരുപാട് പറയുന്നുണ്ട്, ഞാനൊരു ജർമ്മൻ അല്ല, ഞാനൊരു പോളിഷാണ്, ഞാനൊരു പോളണ്ടുകാരനാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അവരത് പ്രൂവ് ചെയ്യാണ്, ഞാനൊരു പോളണ്ടുകാരനാണ് എന്നുള്ളത്. ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത് സ്പിൽമാന് ഫൈനലി അവരുടെ ലിബറേറ്റഡ് ആയിട്ടുള്ള, അതായത് ആ ഫ്രീഡം കിട്ടിയിട്ടുള്ള ആ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുന്നത്, ഫ്രീ ആയിട്ട് നടക്കുന്നത്, 6 വർഷത്തിന് ശേഷം ഫ്രീ ആയിട്ട് നടക്കുന്നത് പറഞ്ഞാണ് ആ ഒരു ചാപ്റ്റർ അവിടെ അവസാനിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഈ ഒരു ചാപ്റ്റർ ജസ്റ്റ് ഇങ്ങനെ കേട്ട് പോയാൽ പോരാ, നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി, മിസ് അത് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ഈ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും സമ്മറിയും notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലുണ്ട്. ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അത് ചെക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.